ആശാ വർക്കേഴ്സുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയം. പ്രധാന ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെന്ന് ആശാ വർക്കേഴ്സ്. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം. ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച ഒരു ഡിമാൻഡും അവിടെ ചർച്ച ചെയ്യാനോ തീരുമാനത്തിലേക്ക് പോകാനോ കഴിഞ്ഞിട്ടില്ല. മറിച്ച് കഴിഞ്ഞ ദിവസം വന്ന ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയും ചർച്ച ചെയ്തിരുന്നു. ഇൻസെൻറ്റീവിൽ ചില കൃത്രിമം നടത്തിയതുപോലെ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് ഓണറേറിയത്തിന് ബാധകമാക്കുന്ന ഒരു വിചിത്രമായൊരു ഉത്തരവ്, അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ സമയം ചർച്ച ചെയ്തത്. നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് സർക്കാരിന് പണമില്ല, സമയം കൊടുക്കണം, നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് അവർ ഇത്രയും സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മളത് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമരം നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തുടരും. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനും മേഘന മുരളിയും ചേരുന്നുണ്ട്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, NHM അധികൃതരുമായി നടത്തിയ ചർച്ച അതിപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും ഡിമാൻഡുകളൊന്നും അവർ കേട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ഈ ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്? പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നേരത്തെ തന്നെ പറയുന്ന വേതന വർധനവാണ്. അത് 21,000 രൂപയായി ഉയർത്തണം. ഒപ്പം വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കണം. ഇത്തരം ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പക്ഷേ ഇന്നത്തെ യോഗത്തിൽ NHM ഡയറക്ടർ തയ്യാറായില്ല. കാരണം ഇത്തരം ഓർഡറുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതില്ല. അതേസമയം ചർച്ച ചെയ്യാൻ തയ്യാറായത് നേരത്തെ തന്നെ മിനിമം ഓണറേറിയം 7,000 രൂപ നൽകുന്നതിലെ ചില ഉത്തരവിലെ ചില വിശദാംശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ മാത്രമാണ് NHM ഡയറക്ടർ തയ്യാറായത് എന്നാണ് ആശമാർ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത്. അതേസമയം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കാമെന്നുള്ള വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആശമാർന്ന് NHM ഡയറക്ടർ വിളിച്ച ചർച്ചയ്ക്ക് പങ്കെടുത്തത്. കാരണം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയ വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശമാർ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷ ഈ ആശമാർക്കുണ്ടായിരുന്നു. പക്ഷേ അത്തരം പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. പേരിനൊരു ചർച്ച നടത്തി എന്ന് വരുത്തി തീർത്ത് ആശമാരെ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. ആ ഒരു വിമർശനങ്ങൾക്ക് താൽക്കാലികമായെങ്കിൽ പോലും ഒരു അവസാനമാക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും ഒരുപക്ഷേ ഈ ചർച്ചയ്ക്ക് ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇനി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കേണ്ടത്. അവിടെയും ഈ വേതന വർധനവ് എന്നുള്ള ആവശ്യം അത് പൂർണ്ണമായി അംഗീകരിക്കാൻ ഒരുപക്ഷേ ധനവകുപ്പിന്റെ കൂടി ക്ലിയറൻസ് കിട്ടാതെ ആരോഗ്യമന്ത്രിക്കും കഴിയില്ല. ആ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി ഏത് രീതിയിലുള്ള ഉറപ്പുകൾ ഇവർക്ക് നൽകുമെന്നുള്ളതും ഇനി കണ്ടറിയണം. എന്തായാലും നാളെ മുതൽ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അതിൽ നിന്ന് പിന്നോട്ടില്ല. നാളെ 11 മണിക്ക് തന്നെ ആശമാർ അവർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കും. കീർത്തന. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. NHM അധികൃതരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശമാർ. നാളെ മുതൽ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ്. മേഘന മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മേഘന, ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടു. ചർച്ചയിൽ അല്പം പ്രതീക്ഷയുണ്ടായിരുന്നു അവർക്ക് ആരംഭിക്കുന്നതിന് മുൻപ്. പക്ഷേ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി നാളെ മുതൽ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് ആശമാർ. അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ മേഘന? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. അത് ഈ സമരക്കാർ ചർച്ചയ്ക്ക് പോയിട്ടുള്ള സമരക്കാർ തിരിച്ചു വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ പടിക്കലെത്തുന്നു. അവർ പ്രധാനമായും ഇപ്പോഴും ഉന്നയിക്കുന്നത് നാളെ രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ നിരാഹാര സമരം ആരംഭിക്കും. അവർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവർ പ്രധാനമായും അറിയിക്കുന്നത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്നത് ഇതിൽ സർക്കാർ ഇത്തരം വിഷയങ്ങൾ പരിഗണനയ്ക്ക് തയ്യാറാകണം, ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണം. പക്ഷേ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇന്ന് വിളിച്ച ഒരു ചർച്ചയിലും അത്തരത്തിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് ഈ മിനി അടക്കമുള്ള ഈ ചർച്ചയ്ക്ക് പോയി തിരിച്ചെത്തിയിട്ടുള്ള ആശാവർക്കർമാരും സംഘടനാ പ്രതിനിധികളും പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത്തരത്തിൽ ഇവർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ പ്രധാനമായും ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം കൂടാതെ പെൻഷൻ നൽകുക. ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാതെ
വരെ ഇവർ യാതൊരു വിധേനയും ഈ സമരത്തിൽ നിന്ന് പിറകോട്ടില്ല. അത് സർക്കാർ പ്രധാനമായും പറഞ്ഞത് ഇതിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ ഓണറേറിയം മാനദണ്ഡങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇത് ഈ ഒരു ആവശ്യങ്ങൾ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് സമരത്തിൽ നിന്ന് പിറകോട്ട് പോകണമെന്നുള്ള ആവശ്യമാണ് സർക്കാരിന്റെ പ്രതിനിധികളായി എത്തിയവർ സമരത്തിൽ അറിയിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതിനപ്പുറത്തേക്ക് ഇവർക്ക് വലിയ രീതിയിൽ ഇവരുടെ ആവശ്യങ്ങളൊക്കെ ഈ 38 ദിവസമായി ഇവർ ഇവിടെ സമരം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ്. ഇപ്പോൾ യസ്മിനി അടക്കമുള്ള സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദൻ അടക്കമുള്ള ആളുകൾ സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇവർ ഇവിടെ കൂട്ടമായി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതിൽ പ്രധാനമായും അതായത് ഈ അടിമക്കാലം കഴിയുന്നതുവരെ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ സമരം തുടരുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ സമരം വീണ്ടും നാളെ മുതൽ വീണ്ടും ശക്തി ആർജിക്കും. ഇനി ഒരുപാട് സമരങ്ങൾ ചെയ്തതാണ്. വനിതാ സംഗമം അടക്കമുള്ള സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കമുള്ള നിയമസഭാ മാർച്ച് അടക്കമുള്ള സമരമുറകൾ കണ്ടതാണ്. ഇനി നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. സമരം ശക്തമാകുന്നു. അത് അവരുടെ ആവശ്യങ്ങൾ ഉറച്ചതാണ്, നിലപാട് ഉറച്ചതാണ്. ആ നിലപാട് അതല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് വരെ സമരം തുടരും. നിരാഹാര സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത്. അതിന്റെ ഒരു ശക്തിയായ സമരപ്രകടനമായി അല്ലെങ്കിൽ സമരത്തിന്റെ മറ്റൊരു രൂപമായി ഇവിടെ സെക്രട്ടേറിയറ്റ് ദിവസവും സമരം ശക്തമാവുകയാണ്. NHM അധികൃതരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരം ശക്തമാക്കാനുള്ള നീക്കമാണ് ആശാവർക്കർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. നാളെ നിരാഹാര സമരവും ആരംഭിക്കും. മേഘന മുരളി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.